ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചന്തയ്ക്ക് പോവുകയാണേ. ഇപ്പോൾ കണ്ണാടിക്കൽ ചന്ത നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായി ഞങ്ങളിതാ ചന്തയ്ക്ക് വരണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ള ടൈമൊക്കെ കിട്ടിയത്. പിന്നെ അവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടേനെ. അവിടെ നാടകമാണ് ഞങ്ങൾ പോയ ദിവസം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കണ്ടു നിന്നു, എന്നാലും അധികം നേരമൊന്നും നാടകം കാണാൻ നിന്നില്ല. ഞങ്ങൾ ലേറ്റായിട്ടാണ് കണ്ണാടിക്കൽ ചന്തയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ കുറേ ടൈമൊന്നും ഞങ്ങൾക്ക് നാടകമൊന്നും കണ്ടിരിക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഞങ്ങളവിടെ വരവുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്ത്. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പോയത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. ഞായറാഴ്ച ഭയങ്കര തിരക്കാന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഇതാ വരവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരവിൻ്റെ കൂടെ പിന്നെ സ്വാഭാവികമായിട്ടും ചെണ്ടകൊട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ അമ്പുട് ആൾ ഓണായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ദേവീ നൃത്തത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവന് അവിടെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യണേ. പിന്നെ ഇതാ കുറേ ദേവീ നൃത്തത്തിൻ്റെ ഇത് കണ്ടേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയും ചെയ്യും. ഇത്രയും വെയിറ്റുള്ള സാധനം വെച്ച് എത്ര ദൂരം അവർ നടക്കുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ. പിന്നെ ഇതാ ചെണ്ടകൊട്ട് വന്നു കേട്ടോ. പിന്നെ അവിടെ ആന ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ആനേൻ്റെ തൊട്ടടുത്ത് പോയിട്ട് എടുത്തുകൊണ്ട് തന്നെ ആനേനെ മര്യാദയ്ക്ക് കിട്ടിയില്ല. പിന്നെ കണ്ടില്ലേ തിരക്ക്, ആ വരവ് പോയപ്പോൾ വന്ന തിരക്കാണേ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെയുള്ള ഈ ജയന്തി വീലിൻ്റെയും അതുപോലെ ഗെയിമിംഗ് സെൻറ്ററിൻ്റെ ഒക്കെ അടുത്തായിരുന്നേ. ഞങ്ങൾക്ക് അതിലൊന്നും കയറാൻ പറ്റിയില്ല, അമ്പുട്ടൻ ഉള്ളതല്ലേ. പിന്നെ ഞങ്ങളിതാ ഇതിൽ കയറി കേട്ടോ. ഞങ്ങളിതാ മരണക്കിണറിൽ കയറി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അമ്പുട്ടനെ കഴിഞ്ഞ കൊല്ലം വന്ന സമയത്ത് അമ്പുട്ടൻ ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇക്കൊല്ലം ഞങ്ങൾ അതിലൊക്കെ കയറി. ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റിലേക്ക് പിന്നെ ആൾ അവിടെ കിടക്കുക കേട്ടോ ചെയ്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു പൊട്ടറ്റോൻ്റെ ഫ്രൈ ചെയ്തൊരു സാധനം വാങ്ങി കഴിച്ചേ. അപ്പോഴേക്കും ടൈം ഇതാ ഒരുപാടായിട്ടോ. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട്